ഒരു സഹോദരന് അയൽവാസിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് സീമല്ലാഹി മഹാനവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ അയൽവാസി വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, വലിയ പ്രയാസം. അപ്പോൾ സീമല്ലാഹി മഹാനവர்கள் അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കോഴിയെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിക്കൊള്ളുന്നു. ഈ വീട്ടുകാരന്റെ ജോലി കോഴിനെ വളർത്തലാണ്. അന്ന് കോഴികളെ വളർത്തുകയും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുകയും കോഴിമുട്ട വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഉപജീവനമാർഗം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തോടാണ് സീമല്ലാഹി മഹാനവர்கள் പറയുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ഒരു പൂവൻ കോഴിയെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിക്കൊള്ളുന്നു. പഴയ കാലത്ത് നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു കോഴി മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിലുള്ള ഒരു കോഴി, റിഫായി ശൈഖ് തങ്ങളുടെ പേരിലുള്ള ഒരു കോഴിയൊക്കെ ഒഴിഞ്ഞിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവായിരുന്നു. അപ്പോൾ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് വലിയൊരു കാവലാണ്. പഴയ കാലത്തുള്ള മഹാന്മാരുടെ ഒരു നിർദ്ദേശമായിരുന്നു ഇതൊക്കെ. ഒരു കോഴിയെ വീട്ടിൽ ഒഴിഞ്ഞിട്ടാൽ ഒരുപാട് പ്രയാസങ്ങൾ തീരാനും വലിയ വലിയ വിപത്തുകൾ നീങ്ങിപ്പോകാൻ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു വെളിച്ചവുമായി വെളുപ്പുമായി നേരെ വന്നു കോഴിക്കോടിന്റെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് കുറഞ്ഞ നിലാവുള്ള ദിവസമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ കോഴിക്കോടിന്റെ അടുത്ത് വന്നപ്പോൾ കോഴികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതാണ് ഇദ്ദേഹത്തിന്. ഓരോ കോഴികൾ ഇങ്ങനെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കോഴികളുടെ ശബ്ദം. അപ്പോൾ ഇദ്ദേഹം നേരെ ഈ വീട്ടിൽ ഈ കോഴിക്കോടിന്റെ അടുത്ത് വന്ന് കോഴിക്കോട് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ അരിപ്പൊടി പോലത്തെ ഒരു വസ്തു. ഇതിന്റെ അടുത്ത് ഈ ഒരു പാത്രത്തിന്റെ അടുത്ത് ഈ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി ഈ പൂവൻ കോഴികൾ നിൽക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഓരോ കോഴികൾ നിലാവിന്റെ വെളിച്ചത്തിൽ ഈ അരിപ്പൊടി പോലത്തെ ഈ ഭക്ഷണമാണ്. അപ്പൊ ഇത് തിന്നാൻ വേണ്ടി കുത്തിയെടുത്ത് തിന്നാൻ വേണ്ടി വരുന്ന ഓരോ കോഴികളെയും ഈ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിലുള്ള കോഴി കൊത്തി മാറ്റുകയാണ്. ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞ രൂപത്തിൽ കാവലിൽ നിന്നുകൊണ്ട് ഈ കോഴി മറ്റുള്ള കോഴികളെ വരുന്ന ഇതേ ഭക്ഷണം കൊത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കോഴികളെ ഈ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയ കോഴി എന്ത് ചെയ്യാണ്, കൊത്തി മാറ്റുകയാണ്. ഈ ഒരു രംഗമാണ് ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഈ ഒരു പാത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു പാത്രം. സാധാരണ അദ്ദേഹത്തിന് കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രമൊന്നുമല്ല, ഒരു പുതിയ പാത്രം. ഈ ഒരു പാത്രത്തിൽ എന്തോ ഒരു അരിപ്പൊടി പോലത്തെ ഒരു വസ്തു ഉണ്ട്. അത് കൊത്തിയെടുക്കാൻ വേണ്ടി ഓരോ കോഴികൾ വരുന്നു. അതിന്റെ അടുത്ത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കോഴി ഇങ്ങനെ കാവൽ നിൽക്കുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന് കണ്ടത്. അപ്പൊ അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെളിച്ചം ഇങ്ങനെ കാണിച്ചിട്ട് ആ പാത്രം എടുത്തു കോഴിക്കോട്ടിലേക്ക് കൈയിട്ട് പാത്രം എടുത്തു മാറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാത്രം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പാത്രമൊന്നുമല്ല, ഇതാരോ കൊണ്ടുവന്ന് വെച്ചൊരു പാത്രമാണ്. ഇതിലുള്ള വസ്തു പരിശോധിച്ചപ്പോൾ അരിപ്പൊടി പോലത്തെ എന്തോ ഒരു വിഷാംശം കലർത്തിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പൊ അത് നേരെ എന്ത് ചെയ്താണ്, ഇപ്പോ അയൽവാസിയോ മറ്റോ ഈ കോഴികൾ മൊത്തം ചത്തൊടുങ്ങി പോകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ കോഴികളുടെ കൂട്ടിൽ വെച്ചതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ നേർച്ചയുടെ കോഴി മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കോഴി എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ മറ്റുള്ള കോഴികളെ തട്ടി മാറ്റി ഇതിന് കാവൽ നിൽക്കുന്ന രംഗമാണ് അദ്ദേഹത്തിന് കാണുന്നത്. അപ്പൊ ഏതാണ്ട് അൽഹംദുലില്ലാ ഈ കോഴി ഉള്ളതുകൊണ്ട് എല്ലാ കോഴികളും രക്ഷപ്പെട്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഈ പാത്രം എടുത്ത് മാറ്റി വെച്ച് കോഴിക്കോട് അടുത്ത് അദ്ദേഹം പോയി കിടന്നു. ഇങ്ങനെ ഈ സംഭവം അതായത് സീമല്ലാഹി മഹാനവറുകൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കോഴിയെ നേർച്ചയാക്കിയതും ഇങ്ങനെ കോഴിയെ ഒഴിഞ്ഞിട്ടതും. അപ്പൊ ഈ സംഭവം പറയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ അദ്ദേഹം സീമല്ലാഹിയുടെ അടുത്ത് ചെന്നു പിടിയങ്കരയിൽ ചെന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞു. ആരാ വന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ പേര് പറഞ്ഞു, ഞാളാണ്. അപ്പൊ മഹാനവറുകൾ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നമ്മുടെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ, ഇതേ അവിടെ ചെന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് സീമല്ലാഹിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ ആടത്തി പേര് പറഞ്ഞു, ആരാ വന്നത്, ഞാളാന്ന് പറഞ്ഞു. അപ്പൊ പേര് പറഞ്ഞതോടുകൂടെ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ചോദിക്കും.